രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിന് ഗുണമാകുമോ ദോഷമാകുമോ എന്ന രീതിയിൽ വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഞങ്ങളും വിശകലനം ചെയ്യുന്നത് രമേശിന്റെ നീക്കങ്ങൾ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. ആദ്യമായി തന്നെ പറയാനുള്ളത്, രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മാത്രമല്ല കോൺഗ്രസിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യതയുള്ള നേതാക്കൾ എന്നതാണ്. KPCC പ്രസിഡന്റായി K. സുധാകരൻ നമുക്ക് മുന്നിലുണ്ട്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ഗാന്ധി കുടുംബാംഗങ്ങൾ കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി മാറിയ KC വേണുഗോപാൽ നമുക്ക് മുന്നിലുണ്ട്. സ്ത്രീകളുടെയും യുവാക്കളുടെയും വലിയ പിന്തുണ ആർജിച്ചുകൊണ്ട് സജീവമായി രാഷ്ട്രീയത്തിൽ മുന്നേറുന്ന തിരുവനന്തപുരം MP-യും വിശ്വപൗരനുമായ ശശി തരൂർ നമുക്ക് മുന്നിലുണ്ട്. പരിണതപ്രജ്ഞനായ ഭരണാധികാരിയും കോൺഗ്രസിലെ മുതിർന്ന നേതാവും വികസന കാഴ്ചപ്പാടുമുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഈ മുഖ്യമന്ത്രി ചർച്ച എന്ന വിഷയം മാറ്റി നിർത്തിക്കൊണ്ട് വേണം രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ നാം വിശകലനം ചെയ്യുക. ഇവിടെ NSSന്റെ വേദിയിലേക്ക് അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ പിണക്കങ്ങൾ പറഞ്ഞു തീർത്ത് സമുദായത്തിന്റെ അംഗീകാരമുള്ള നേതാവായി രമേശ് ചെന്നിത്തല മാറുമ്പോൾ അത് കോൺഗ്രസിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് നാം വിലയിരുത്തേണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, കേരളത്തിൽ വളരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്നാൽ BJPയുടെ വളർച്ച ഒരു പരിധിവരെ കോൺഗ്രസിന്റെ സാധ്യതകളെ ഇവിടെ ബാധിക്കുമോ എന്ന സംശയം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം മൂലം ഉണ്ടാകുന്ന വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും എന്ന പൊതുവിലയിരുത്തൽ സജീവമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഹൈന്ദവ വോട്ട് ബാങ്കുകളിൽ BJP കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹൈന്ദവ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കി NSSന്റെ ഒരു എൻഡോഴ്സ്മെന്റോടുകൂടി നായർ സമുദായത്തിന്റെ വോട്ടിനെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാൻ രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങൾ സഹായിച്ചാൽ അത് കോൺഗ്രസിന് വലിയ ബോണസാണ്. ഭരണ തുടർച്ച ഉറപ്പാക്കാൻ കഴിയുന്ന, ഭരണ തുടർച്ചയല്ല ഭരണം ഉറപ്പിക്കുവാൻ കഴിയുന്ന വലിയൊരു ഘടകമായി അത് മാറുവാനുള്ള സാധ്യതയുമുണ്ട്. സമാനമാണ് SNDPയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നടത്തുന്ന നീക്കം. ഇവിടെ SNDPയുടെ രാഷ്ട്രീയ മുഖമാണ് BDJS. തുഷാർ വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്. പല ഘട്ടത്തിലും തുഷാർ വെള്ളാപ്പള്ളി രാജ്യസഭാ MP ആകുമെന്നും കേന്ദ്രമന്ത്രിയാകുമെന്നുമെല്ലാം BDJS കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും BJP അർഹതയ്ക്കൊത്ത ഒരു പരിഗണനയൊന്നും അവർക്ക് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ BDJSന്റെ അതൃപ്തി മുതലെടുത്ത് BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ UDFിലേക്ക് എത്തിക്കുവാൻ ചെന്നിത്തല നടത്തുന്ന നീക്കങ്ങൾ വളരെ നിർണായകമാണ്. BDJSനെ സംബന്ധിച്ച് ഒന്നിലേറെ MLA-മാരെ വിജയിപ്പിച്ചെടുക്കുവാൻ UDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് മത്സരിച്ചാൽ അവർക്ക് സാധിക്കും. തുഷാർ വെള്ളാപ്പള്ളിക്ക് ഭേദപ്പെട്ട ഒരു വകുപ്പോടുകൂടി മന്ത്രിയാകുവാനുള്ള സാധ്യതയും UDFിലേക്ക് എത്തിയാൽ ശക്തമാണ് എന്ന് നാം വിലയിരുത്തണം. ഇവിടെ ഇടതിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഇഴവ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ചയോ വിള്ളലോ സൃഷ്ടിക്കുവാൻ ഈ രാഷ്ട്രീയ നീക്കം കോൺഗ്രസിന് സഹായിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. സമാനമാണ് കാന്തപുരം വിഭാഗത്തിന്റെ സമ്മേളനത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ച സംഭവം. പൊതുവിൽ ഒരു ഇടത് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന മുസ്ലിം ഗ്രൂപ്പാണ് കാന്തപുരം വിഭാഗം എന്ന് പറയുന്നത്. അപ്പോ അവിടെയും രമേശ് ചെന്നിത്തല സ്വീകാര്യനായ ഒരു നേതാവായാൽ അതും കോൺഗ്രസിന് ആത്യന്തികമായി ഗുണം ചെയ്യും. ഇനി ക്രൈസ്തവ വിഭാഗത്തിലേക്ക് നീങ്ങിയാൽ VD സതീശൻ വളരെ ചടുലമായ നീക്കങ്ങളാണ് ക്രൈസ്തവരുടെ പിന്തുണ ഉറപ്പിക്കുവാൻ വേണ്ടി നടത്തുന്നത്. സമുദായ നേതൃത്വം, ക്രൈസ്തവ മത നേതൃത്വം അദ്ദേഹത്തിന് നിരവധി പ്ലാറ്റ്ഫോമുകൾ നൽകുന്നു. അച്യുതമേനോനും ശശി തരൂരിനും ശേഷം ആദ്യമായി മരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരനായി സതീശൻ മാറാൻ പോകുകയാണ്. വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി രൂപത സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കർഷക പ്രതിനിധികളോട് ചർച്ച ചെയ്യുവാനുള്ള പ്ലാറ്റ്ഫോം VD സതീശന് രൂപത ഒരുക്കി കൊടുത്തു. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുമ്പോൾ LDF ചർച്ചകളിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്തു പോവുകയാണ്. മോശം കാര്യങ്ങളുടെ പേരിൽ മാത്രമാണ് CPMന്റെയും ഇടതുമുന്നണിയുടെയും രാഷ്ട്രീയം ഇന്ന് ചർച്ചയാകുന്നതെങ്കിൽ വിവിധ സമുദായ നേതൃത്വങ്ങളുടെ വലിയ പിന്തുണ ആർജിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങളെ ആ രീതിയിൽ നാം കണ്ടാൽ അതിന് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കട്ടിപിടി എന്നതിൽ നിന്നും മാറ്റി നിർത്തി കോൺഗ്രസിന്റെ ഒരു കളക്റ്റീവ് നേതൃത്വത്തിന്റെ ഇടപെടൽ എന്ന രീതിയിൽ നാം പരിഗണിച്ചാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള കൃത്യമായ മുന്നൊരുക്കമാണ്.
UDF മൃഗീയ ആധിപത്യം നേടിത്തരുവാൻ സഹായകരമാകുന്ന ഘടകങ്ങളാണ്. ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ആത്യന്തികമായി കോൺഗ്രസിനും UDF വലിയ പ്രതീക്ഷകളാണ് നൽകിയിട്ടുള്ളത്. അത് ഫലപ്രാപ്തിയിലെത്തിയാൽ ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെ UDF അധികാരത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായ ഭൂരിപക്ഷം നേടിയതിന് ശേഷമാവട്ടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിനെ മുന്നിൽ നിർത്തിയാവട്ടെ കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.